പയ്യൻസിനെ കുറിച്ച് പറഞ്ഞാലോ? പയ്യൻസ് ഇതുപോലെ തന്നെയായിരുന്നു. പയ്യൻസും ജയൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജയൻ അത് സമ്മതിച്ചു. എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം ജയസൂര്യക്ക് എപ്പോഴും സീൻ ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആവണം പുള്ളിക്ക്. ഓരോ സീൻ എടുക്കുമ്പോൾ പുള്ളിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ചോദ്യങ്ങൾ മുഴുവൻ നമ്മളോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും പുള്ളി. അപ്പോൾ ആ ചോദ്യത്തിന് മുഴുവൻ ഉത്തരങ്ങൾ പുള്ളിക്ക് വേണം. അത് മാത്രമാണ് പുള്ളിയുടെ അതൊരു വലിയ ക്വാളിറ്റിയാണ് ഒരു നടൻ്റെ കാര്യം. അതായിരിക്കും പുള്ളിയെ ഇത്രയും പുള്ളിയുടെ ആ ഒരു ഗ്രാഫിൽ തന്നെ പ്രകടമായിട്ടുള്ള ഒരു വലിയ ഭദ്രൻ സാറ് പറഞ്ഞ പോലെ തന്നെ അതേ ജോണറിൽ ജനുസിൽ നിൽക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. അതല്ല ഞാൻ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്തും ചെയ്യാൻ റെഡിയാണ് പുള്ളി. എന്തും ചെയ്യാൻ റെഡിയാണ്. ഭയങ്കര എനർജിയും. ഞാൻ അങ്ങനത്തെ നടനെ ഇപ്പം ഞാനിപ്പോൾ 4 സിനിമ ചെയ്തപ്പോഴും 4 പേര് 4 രീതിയിലാണെങ്കിൽ ജയൻ വേറൊരു രീതിയിൽ എക്സ്ട്രാ ഒരു എങ്ങനെ ആ ഒരു പെർഫെക്ഷന് വേണ്ടി. അതെ അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് സംവിധായകരെ കുറിച്ച് അസ്വസ്ഥത ഉണ്ടാകുമെങ്കിലും അത് അൾട്ടിമേറ്റ്ലി സിനിമയുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് അത് സഹായകരമാണ് ശരിക്കും. അല്ല, അങ്ങനെ ഒരു നടന്മാരിൽ നിന്ന് ഉണ്ടാവുന്നത് നമുക്ക് കഷ്ടപ്പാടാണെങ്കിലും അത് വളരെ ഒരു കോൺഫിഡൻസ് തരും ഒരു സംവിധായകന്. അയാൾക്ക് ഭയങ്കര പോസിറ്റീവ്. കാരണം പിന്നെ ജയസൂര്യൊക്കെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. വളരെ ഇതിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് വളർന്നു വന്ന് അയാളിൽ തന്നെ ഒരു കരിയർ ഉണ്ടാക്കി അയാളെ തന്നെ ട്രെയിൻ ചെയ്യാൻ. അതെ കൂടെ അയാളെ തന്നെ വളർത്തുകയായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു എന്താ അത് സിമ്പിളുമാണ് ജയൻ. തീർച്ചയായിട്ടും കാര്യം ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടി. ഞാൻ ജയനെ അങ്ങോട്ട് എനിക്ക് പറ്റിയ മണ്ടത്തരം ആദ്യത്തെ ദിവസം വിളിച്ചു. അപ്പോൾ അന്ന് മുഴുവൻ അപ്പം ഫസ്റ്റ് ഡേ ഒരു മീഡിയം തിരക്കുമൊക്കെ ആയല്ലോ. പിന്നെയും ഉച്ചയായപ്പോൾ ഞാനത് വിട്ടു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ജയൻ തിരിച്ചു വിളിച്ചു. അതൊരു ഒരു നടനൊക്കെ അത്രയും തിരക്കിൽ ഇത്രയും സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഹ്യൂമിലിറ്റി വിടാതെ നിൽക്കുക എന്ന് പറയുന്നത്. വളരെ ഡൗൺ ടു എർത്ത്